ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ത്രിയേക ദൈവം എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ചിന്തിച്ചു വരികയായിരുന്നല്ലോ. അതിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് മൂന്ന് വ്യക്തികളെയും സംബന്ധിച്ചുള്ള പരാമർശനങ്ങൾ ചിലതൊക്കെ നമ്മൾ ചിന്തിച്ചു. തുടർന്ന് നമുക്ക് ഓരോ വ്യക്തികളെയും പറ്റി അല്പം വിശദമായി ചിന്തിക്കുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നു. നമുക്ക് പ്രാരംഭമായി പരിശുദ്ധാത്മാവിനെ പറ്റി ചിന്തിക്കാം. പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് പ്രാരംഭത്തിൽ നമ്മുടെ ഉൽപ്പത്തി പുസ്തകം 14 അധ്യായത്തിൽ തന്നെ പരാമർശനം, 14 അധ്യായത്തിൽ പറയുന്നത് അബ്രഹാം പിതാവിനെ എതിരേൽക്കാൻ വന്നപ്പോൾ അപ്പവും വീഞ്ഞുമായി വന്നു എന്ന് പറയുന്ന പരാമർശനമുണ്ടല്ലോ. അത് കർത്താവായ യേശുക്രിസ്തു തൻ്റെ വിശുദ്ധ ശരീരവും പരിശുദ്ധ രക്തവും മാനവരാശിക്ക് വേണ്ടി നൽകിയ ആ ശുശ്രൂഷയുണ്ടല്ലോ. അവിടെ നമ്മുടെ ലാസ്റ്റ് സപ്പർ ശുശ്രൂഷയിൽ ആ ശുശ്രൂഷ നടത്തിയത് അപ്പവും വീഞ്ഞും എടുത്താണല്ലോ. അപ്പം എടുത്തതിൻ്റെ ശരീരമെന്നും വീഞ്ഞെടുത്തതിൻ്റെ രക്തമെന്നും പറഞ്ഞ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത യേശുക്രിസ്തു 3 സമാന്തര സുവിശേഷങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തിയ ശുശ്രൂഷയുടെ ഒരു നിഴലെന്ന വണ്ണം വേണമെങ്കിൽ വ്യാഖ്യാനിക്കാമോ എന്നെനിക്ക് തോന്നുന്നു. അതായത് മെൽക്കിസേദെക്ക് വന്നപ്പോൾ അബ്രഹാം പിതാവിനെ എതിരേൽക്കാൻ വന്നപ്പോൾ കൊണ്ടുവന്നത് അപ്പവും വീഞ്ഞുമാണ്. അതെന്തുമാകട്ടെ, അത് വലിയ പ്രസക്തിയായിട്ട് നമ്മൾ കാണേണ്ടതില്ല എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. വേണമെങ്കിൽ നമുക്ക് യേശുക്രിസ്തു ചെയ്ത പുതിയ നിയമത്തിലെ ശുശ്രൂഷയുടെ ഒരു നിഴൽ എന്ന വണ്ണം മെൽക്കിസേദെക്ക് അത് ചെയ്തു എന്ന ഒരു വ്യാഖ്യാനം കൊടുക്കുന്നതിൽ തെറ്റില്ലെന്ന് തോന്നുന്നു. എന്തായാലും അതവിടെ നിൽക്കട്ടെ. വീണ്ടും നമുക്ക് 110-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ഇത് നമുക്ക് മെൽക്കിസേദെക്കിന്റെ വിധത്തിൽ എന്നേക്കും നീ പുരോഹിതൻ എന്ന് ദൈവം യേശുക്രിസ്തുവിനെ പറ്റി പറയുന്ന ഭാഗം ചിന്തിക്കുമ്പോൾ, പുരോഹിതൻ യേശുക്രിസ്തു ദിവ്യ പുരോഹിത്യ പ്രകാരമല്ല, മെൽക്കിസേദെക്കിന്റെ ക്രമത്തിൽ പുരോഹിതൻ എന്ന് പറയുമ്പോൾ മെൽക്കിസേദെക്ക് നേരത്തെ പുരോഹിതനായിരുന്നല്ലോ. ആ പൗരോഹിത്യ ക്രമത്തിൽ യേശുവിനെ പുരോഹിതനാക്കുന്നു എന്ന വാക്യം ആ അർത്ഥത്തിൽ നമുക്ക് അതിനെ എടുക്കാമല്ലോ. അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം വായിച്ചാൽ വളരെ വ്യക്തമാണ്. അത് നമ്മൾ അല്പം ചിന്തിച്ചതാണ്, അതുകൊണ്ട് ആ ഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വീണ്ടും നമുക്ക് 7-ാം അധ്യായത്തിൽ എബ്രായ ലേഖനം തന്നെ 7-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ രണ്ടുപേരും, അതായത് ദൈവപുത്രനോട് തുല്യനാണ് മെൽക്കിസേദെക്ക് എന്ന് പറയുമ്പോൾ അത് പരിശുദ്ധമായിരിക്കാൻ സാധ്യതയോടെ നമ്മൾ ചിന്തിച്ചതാണല്ലോ. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ നമുക്ക് ഒരു ഭാഗം കാണാം. അതായത് നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ അത് കേട്ടിട്ട് പരീശന്മാർ, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞു. അവൻ ഭൂതങ്ങളുടെ അവരുടെ നിരൂപണം അറിഞ്ഞിട്ട് അവരോട് പറഞ്ഞത്, പിന്നെ ആ വാക്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് അത് മുഴുവൻ വായിക്കേണ്ടതില്ല. നമുക്ക് 28-ാം വാക്യത്തിൽ അതിൻ്റെ 12-ന്റെ 28-ാം വാക്യം, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ യേശു കർത്താവ് ഭൂതങ്ങളെ പുറത്താക്കിയത് ദൈവാത്മാവിനാലാണ് എന്ന ഒരു വ്യക്തമായ സന്ദേശം ഇവിടെ കാണുകയാണ്. അതായത് പരിശുദ്ധാത്മാവിന്റെ പ്രാധാന്യവും ഗൗരവവും ഈ വാക്യത്തിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. വീണ്ടും അതിൻ്റെ 6-ാം അധ്യായത്തിൽ 32-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെയും നമുക്കൊരു കാര്യം കാണാം. ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും, പരിശുദ്ധാത്മാവിന്റെ നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കുകയില്ല. ഈ വാക്യത്തിന്റെ അർത്ഥം, ഇത് യേശു ക്രിസ്താവ് പറയുന്ന വാക്യമാണല്ലോ ദൈവമക്കളെ. അപ്പം എൻ്റെ അർത്ഥം, യേശു ക്രിസ്തുവിനോടൊരു വാക്ക് ദോഷമായിട്ട് യേശുവിനെ പറ്റി പറഞ്ഞാൽ അത് ക്ഷമിക്കാം, ഏറ്റു പറഞ്ഞാൽ. പക്ഷെ പരിശുദ്ധാത്മാവിനെതിരെ പറഞ്ഞാൽ അദ്ദേഹത്തിലും ബലത്തിലും ക്ഷമിക്കുകയില്ല എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിനേക്കാൾ പ്രാധാന്യം പരിശുദ്ധാത്മാവിനുണ്ടെന്നൊരു ധ്വനി ഇതിനകത്ത് വന്നു പോവുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ പ്രാധാന്യം യേശുക്രിസ്തുവിനേക്കാൾ ഒട്ടും കുറവല്ലെന്നും വളരെ ഗൗരവമേറിയ ഒരു ചിന്ത അതിനകത്തുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിനുവേണ്ടി ഞാൻ ആവശ്യം സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ദോഷം പറഞ്ഞാൽ ക്ഷമിക്കുക പോലും ഇല്ലാത്ത നിലയിൽ പരിശുദ്ധാത്മാവിന് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് തിരുവചനം നമ്മെ
തെളിയിക്കുകയാണ്. അവിടെ നമുക്ക് ഈ തുടർചിന്തയോടുള്ള ബന്ധത്തിൽ എന്തായാലും പരിശുദ്ധാത്മാവിനെ പറ്റി നമുക്കറിയാം. പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും പ്രവർത്തനനിരതനായ വ്യക്തിയായി തന്നെ കാണാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം അവിടെ തുടങ്ങി വെളിപ്പാട് വരെ ഉള്ള പുസ്തകങ്ങളിൽ, തിരുവചന ഭാഗങ്ങളിൽ അസാധാരണവും ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്നതുമായ അത്ഭുത ശക്തിയോടെയുള്ള വീര്യപ്രവൃത്തികൾ പരിശുദ്ധാത്മാവ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ദൈവത്തിൻ്റെ ഒരു ഭാഗമായിരിക്കുമ്പോൾ തന്നെ യെശയ്യാവ് 11:2 നമുക്കറിയാമല്ലോ, യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. അതുപോലെ അത് തന്നെയല്ല, പിന്നെ ഒരു 6 ആത്മാവിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. യെശയ്യാവ് 11:2 ദൈവവചനം വായിച്ച് ധ്യാനിച്ചു. അതെടുത്ത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിലും അതിൻ്റെ 4:10 പ്രത്യേകമായി ഇതൊക്കെ 7 ആത്മാക്കളെ പറ്റി പറയുന്ന ഭാഗമാണ്. അത് ദൈവം ഒന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. യെശയ്യാവ് 11:2, സക്കറിയാവ് 4:10, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലെ 4-ാം വാക്യം, 3-ാം അധ്യായത്തിലെ 1-ാം വാക്യം, 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. ഈ വാക്യങ്ങളിലൊക്കെ 7 ആത്മാക്കളെ പറ്റി പറയുന്നത് കാണാം. ദൈവഹിതപ്രകാരം സമയാസമയങ്ങളിൽ ദൈവം തീരുമാനിക്കുന്നതനുസരിച്ച് പരിശുദ്ധാത്മാവിന്റെ ഇടപെടലും ഉണ്ടാകും. അവിടെയാണ് നമ്മൾ മനസ്സിലാകുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം 6:34, 11:29, 14:6, 15:14 ഒക്കെ നമുക്ക് ഈ വിഷയങ്ങൾ കൂടുതൽ ആഴത്തിൽ കാണാം, അല്ലേ? അതുപോലെ 1 ശമൂവേൽ 11:6, എസെക്കിയേൽ 32:1-14 വാക്യങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പ്രവർത്തനം വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. പ്രവർത്തനനിരതമായി പ്രവർത്തിക്കുന്ന, വിശദീകരിക്കാൻ കഴിയാത്ത ദൈവശക്തി വെളിപ്പെടുന്ന അനുഭവങ്ങൾ ഈ തിരുവചന ഭാഗത്ത് നമുക്ക് കാണാം. ദൈവഹിതപ്രകാരമുള്ള ദൈവിക പദ്ധതികളുടെ നിവർത്തിക്കായി ദൈവം അയച്ച തൻ്റെ ആത്മാവ് അസാധാരണവും മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതുമായ എത്രയോ വീര്യപ്രവൃത്തികൾ ചെയ്തിരിക്കുന്നു ദൈവമക്കൾക്ക് ഉണ്ടാകുന്നതായിട്ടും അങ്ങനെയുള്ളവരിലൂടെ അനേക വരങ്ങളും ഫലങ്ങളും വെളിപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. വിസ്താരമായിത്താൽ 3 അനുഭവങ്ങൾ മാത്രം ഒന്ന് തൊട്ടുപോകാം. വീണ്ടും ജനനം നടക്കുന്നത് തന്നെ പരിശുദ്ധാത്മാവിനാണല്ലോ. മത്തായിയുടെ സുവിശേഷം 3:11, മർക്കോസ് 1:8, ലൂക്കോസ് 3:16, യോഹന്നാന്റെ സുവിശേഷം 1:33 എന്നീ 4 സുവിശേഷങ്ങളിലും ഒരുപോലെ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഒരു ആത്മീയ സത്യമാണ് യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുമെന്ന്. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുമെന്ന വിഷയം ഗൗരവമായി പഠിക്കേണ്ട വിഷയം തന്നെയാണ്. അത് സദൃശ്യവാക്യം 20-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറയുന്ന മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം ആണ് അണഞ്ഞു പോയതുകൊണ്ട് ആത്മീയമായി, അതായത് കർത്താവിനെ കൈക്കൊണ്ട് വെള്ളത്തിൽ സ്നാനമേൽക്കുമ്പോൾ ദൈവവാഗ്ദത്ത പ്രകാരം നമുക്കറിയാം. അപ്പോസ്തലപ്രവൃത്തി 2:38 യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ആത്മാവിനെ സ്നാനപ്പെടുത്തുകയും ദീപം തെളിയുകയും റോമർ 6:4-5 വാക്യപ്രകാരം ജീവൻ പ്രാപിച്ച് വീണ്ടും ജനിക്കുകയും ചെയ്തു. ഇതാണ് വീണ്ടും ജനനം. ചുരുക്കത്തിൽ വീണ്ടും ജനിച്ച വ്യക്തി ഒരിക്കലായി ആത്മസ്നാനം പ്രാപിച്ച് ദൈവപൈതലായിത്തീരുന്നു. ദൈവകൽപ്പന ലംഘിച്ച നമ്മുടെ ആദ്യ പാപത്തിലൂടെ നഷ്ടപ്പെട്ട ആത്മചൈതന്യം കർത്താവിന്റെ കൽപ്പനയുടെ അനുസരണത്താൽ തിരിച്ചു ലഭിക്കുന്നതാണ് വീണ്ടും ജനനം. സത്യം പറഞ്ഞു. അപ്പോൾ 1-ാമത്തെ അനുഭവം യേശുക്രിസ്തുവിനാൽ പരിശുദ്ധാത്മ സ്നാനം ലഭിക്കുന്നതാണ്. യഥാർത്ഥമായി വീണ്ടും ജനിച്ച എല്ലാവരും ഏകസ്നാനം വെള്ളത്താലും ആത്മാവിനാലും ഏൽക്കും. യോഹന്നാന്റെ സുവിശേഷം 3:5, അപ്പോസ്തലപ്രവൃത്തി 1:5. ഒരു കാര്യം പ്രത്യേകം ദൈവമക്കൾ ശ്രദ്ധിക്കണമേ. ഈ ജലസ്നാനം നടത്തുന്നതിന് മുൻപ് തന്നെ ചിലരുടെ മേൽ ആത്മാവ് വരുന്നതായിട്ട് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അവരുടനെ തന്നെ ജലസ്നാനം നടത്തുന്നതായിട്ടും തിരുവചനത്തിൽ നമുക്ക് കാണാം. ഉദാഹരണം അപ്പോസ്തലപ്രവൃത്തി 9:17, അതുപോലെ അതിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ അപ്പോസ്തലപ്രവൃത്തി 9:17-18 വാക്യങ്ങളും 10-ാം അധ്യായത്തിൻ്റെ 44 മുതൽ 48 വാക്യങ്ങൾ. ഈ വാക്യങ്ങൾ ദൈവജനം വായിച്ച് ധ്യാനിക്കൂ. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടുന്നതിന് മുൻപും പരിശുദ്ധാത്മാവ് കിട്ടിയെന്നിരിക്കാം. അങ്ങനെ കിട്ടിയാലും അങ്ങനെ കിട്ടുന്നവർ ഉടനെ തന്നെ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതിൽ എൻ്റെ ആശയം. ഓക്കെ.
അടുത്ത അനുഭവം എന്ന് പറയുന്നത് പരിശുദ്ധാത്മ നിറവാണ്. ഈ നിറവിന്റെ പ്രഥമവും പ്രത്യക്ഷവുമായ അടയാളമാണ് അന്യഭാഷ. ആത്മസ്നാനം ലഭിച്ച വ്യക്തിക്ക് അപ്പോൾ തന്നെ ചിലപ്പോൾ പരിശുദ്ധാത്മാവ് നിറവും പ്രാപിച്ചാൽ അന്യഭാഷാപരം ആത്മസ്നാനത്തിന്റെ പ്രത്യക്ഷമായ അടയാളമായി ലഭിക്കും. അന്യഭാഷ അഥവാ ലഭിച്ചില്ലെങ്കിലും ആത്മനിറവ് അനുഭവിക്കാൻ നമുക്ക് കഴിയും. പൊതുവിലുള്ള ഒരു അടയാളമാണ് അന്യഭാഷ. ഈ അനേക വരങ്ങളിൽ ഒന്ന് മാത്രമാണ് അന്യഭാഷ. എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുന്നുവോ എന്ന് പൗലോസ് ചോദിക്കുന്നുണ്ടല്ലോ. കൊരിന്ത്യർ 1:12 ഈ വാക്യം കാണാം. ഈ ആത്മനിറവിനായി കാത്തിരിക്കുന്ന കർത്താവ് കൽപ്പിച്ച് നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 1:4-8 വാക്യങ്ങളിൽ കാണാം. അതുപോലെ അപ്പോസ്തലപ്രവൃത്തി 1:4 പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കുമെന്നും കർത്താവ് പറയുന്നുണ്ട്. സ്നാനവും നിറവും ശക്തിയും ഒന്നിച്ച് കിട്ടിയതായി അപ്പോസ്തലപ്രവൃത്തി 2:2-4 വാക്യങ്ങളിൽ കാണാം. ലൂക്കോസിന്റെ സുവിശേഷം 11:13 കർത്താവ് പറയുന്നു, സ്വർഗസ്വനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ഈ വാക്യത്തിൽ എത്രയധികം എന്ന ഭാഗം ശ്രദ്ധിക്കൂ. അളവ് കൂടാതെ ആത്മാവിനെ കൊടുക്കുമെന്ന വചനഭാഗവും നമുക്കറിയാമല്ലോ. യോഹന്നാന്റെ സുവിശേഷം 3:34 അത് കാണാം. പലർക്കും പല അളവിലും അനുഭവത്തിലുമാണ് പരിശുദ്ധാത്മാവിനെ ദാനം ചെയ്യുന്നത് എന്ന് സ്പഷ്ടമാണല്ലോ. സംഖ്യാപുസ്തകം 11:25 പഴയ നിയമത്തിൽ നമുക്ക് കാണാം. മോശയുടെ മേലുള്ള ദൈവത്തിന്റെ ആത്മാവ് കുറെ എടുത്ത് 70 മൂപ്പന്മാർക്ക് കൊടുത്തായിട്ട് തിരുവചനം വായിക്കുന്നുണ്ടല്ലോ. എല്ലാവരും പ്രവചിച്ചു. അവിടെ ഇല്ലാതിരുന്ന 2 പേർക്കും കൂടി ആത്മാവിന് പങ്കുകിട്ടും. പഴയ നിയമത്തിൽ അഭിഷേക തൈലം തലയിൽ ഒഴിച്ചും പുതിയ നിയമത്തിൽ കൈവെപ്പിനാലും ആത്മപകർന്നു നിറഞ്ഞ ധാരാളം രേഖകളും. നമ്മുടെ ആത്മാവിനെ പരിശുദ്ധാത്മാവിനെ നിറച്ചു കഴിയുമ്പോൾ നമ്മുടെ ആത്മാവ് ദൈവത്തോട് ആത്മീയ ഭാഷയിൽ സംസാരിക്കുന്നതാണ് അന്യഭാഷ. ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായ സംസാരിക്കുന്നത് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ ആത്മാവ് നിറഞ്ഞു കവിയുമ്പോൾ സംസാരിക്കുന്നതാണ് അന്യഭാഷ. ഒരിക്കൽ ഈ നിറവിന്റെ അനുഭവം ഉണ്ടായ വ്യക്തിക്ക് വീണ്ടും നിറയാനും അന്യഭാഷ സംസാരിക്കാനും എളുപ്പത്തിൽ. ഈ ആത്മീയ നിറവിന്റെ വ്യക്തമായ സൂചന എസെക്കിയേൽ 42:1-5 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. വീണ്ടും കർത്താവ് ഈ നിറവിനെ പറ്റി യോഹന്നാൻ 4:14 ശമരിയക്കാരത്തെ സ്ത്രീയോട് സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം. കുറച്ചുകൂടി സ്പഷ്ടമായ കർത്താവ് തന്നെ പറയുന്ന ഭാഗം യോഹന്നാൻ 7:38-39 വാക്യങ്ങളിൽ കാണാം. ഈ ആത്മാവ് നിറവ് വരുമ്പോൾ തീയുടെ സാന്നിധ്യം, ചിലർക്ക് ചൂട്, പൊള്ളൽ തുടങ്ങിയ അനുഭവങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. അങ്ങനെ പറയാറുണ്ട് ചിലര്. മത്തായിയുടെ സുവിശേഷം 3:11 ലൂക്കോസ് 3:16 വാക്യങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കുമെന്ന വാക്യത്തിന്റെ വെളിച്ചത്തിൽ അപ്പോസ്തലപ്രവൃത്തി 2:3 വ്യാഖ്യാനിച്ചുകൊണ്ട് തീയുടെ സ്നാനം നടക്കുന്നുണ്ട് എന്ന് പാലിക്കുന്ന വേദശാസ്ത്രിമാർ നമ്മുടെ നടുവിലുണ്ട്. വിശദീകരണം ആവശ്യമില്ലാത്തതുകൊണ്ടും അത്തരം വീക്ഷണങ്ങളെ ആത്മനിറവുള്ള ദൈവം തള്ളിക്കളഞ്ഞേക്കുക. സംശയമുള്ളവർ മത്തായിയുടെ സുവിശേഷം 3:12, 7:19, 13:40-42 വരെ 49 വാക്യം, 50 വാക്യം, ലൂക്കോസ് 12:49, യോഹന്നാനിലെ 15:6, കൊരിന്ത്യർക്ക് 1-3:13, പത്രോസിന്റെ 2-3:7 തുടങ്ങിയ വാക്യങ്ങൾ വായിച്ച് ധ്യാനിക്കട്ടെ. ചുരുക്കത്തിൽ തന്നെ വിശുദ്ധന്മാരെ പരിശുദ്ധാത്മാവ് കൊണ്ടും ദുഷ്ടന്മാരെ തീ കൊണ്ടും സ്ഥാനപ്പെടുത്തുമെന്ന് തന്നെയാണ് യോഹന്നാൻ സ്നാപകൻ വചനം പറഞ്ഞിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. മറിച്ച് ചിന്തിക്കുന്നവർ അങ്ങനെ ചിന്തിക്കട്ടെ. അതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അന്യഭാഷയിൽ ആത്മബന്ധത്തെ പറ്റിയും വളരെ വിവാദങ്ങളുണ്ട്. തിരുവചന വെളിച്ചത്തിൽ നമുക്ക് അവലോകനം ചെയ്യാമത്. ആദ്യമായ അപ്പോസ്തലപ്രവൃത്തി 2:4 എല്ലാവരും പരിശുദ്ധാത്മ നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി നമുക്കറിയാമല്ലോ. ഏകദേശം 15 ഭാഷക്കാർ സംസാരിക്കുന്ന വിവിധ ദേശക്കാർ അവരുടെ ആ ദേശത്തെ ആ ഭാഷയിൽ ഗലീലക്കാർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയി. 15 തരം ഭാഷക്കാർ. എത്ര പേർ അവിടെ കൂടിയിരുന്നു എന്ന് കൃത്യമായി പറയാൻ നമുക്ക് പറ്റില്ല. ഏകദേശം 120 പേരെന്ന് ഊഹിക്കാം. എല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ചല്ലോ. പക്ഷേ കേൾവിക്കാർ ഏകദേശം 15 ഭാഷക്കാരുണ്ടായിരുന്നു. എൻ്റെ ഒരു നിഗമനം പറഞ്ഞാൽ എല്ലാവരും ആത്മാവ് ഉച്ചരിക്കാൻ നൽകിയതുപോലെ സംസാരിച്ചു. കേൾവിക്കാർക്ക് അത് അവരവരുടെ ഭാഷയിൽ മനസ്സിലാക്കാൻ കഴിയും. അവിടെ ഭാഷ വ്യാഖ്യാനിക്കാനോ പരിഭാഷപ്പെടുത്താനോ ആരും ഉണ്ടായിരുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 11:6-7 വാക്യങ്ങളിൽ നമുക്കൊരു കാര്യം, ഒരു ഭാഷ സംസാരിച്ചുകൊണ്ടിരുന്ന ജനം മുഴുവൻ വിവിധ ഭാഷകളിൽ അത് കേട്ട് വല്ല പ്രശ്നമുണ്ടായി കലങ്ങിയില്ലേ, ഭാഷ കലങ്ങി പോയപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവിന്റെ ദാനത്താൽ പലർ സംസാരിച്ച പല ഭാഷകൾ
ദൈവത്തിന്റെ ഭാഷയെ ഒരേ അർത്ഥത്തിൽ ദൈവത്തിന്റെ വൻകാര്യങ്ങൾ കേൾക്കത്തക്കവണ്ണം വഴിയൊരുക്കപ്പെട്ട അനുഭവം. അപ്പോസ്തലപ്രവൃത്തി 2:11 നമ്മളത് വായിക്കുന്നുണ്ടല്ലോ. അന്യഭാഷാപരത്തിന് രണ്ട് മുഖമുണ്ട് കേട്ടോ. ഒന്ന് മനുഷ്യൻ സംസാരിക്കുന്ന ഭാഷ, മറ്റൊന്ന് ദൂതന്മാരുടെ ഭാഷ. കൊരിന്ത്യർക്ക് 1:13 ഒന്നാം വാക്യത്തിലും 14:2 ഈ ദൂതന്മാരുടെ ഭാഷ എന്നുള്ള വ്യാഖ്യാനം കാണും. ആത്മാവ് അക്ഷരാഭ്യാസം പോലും ഇല്ലാത്തവരെ കൊണ്ട് അവർ കേൾക്കുകയോ കാണുകയോ ചെയ്യാത്ത ഭാഷയിൽ സംസാരിപ്പിക്കുന്ന ധാരാളം അനുഭവങ്ങളുണ്ട്. അത് ദൈവപ്രകാരം ദൈവിക പദ്ധതി പ്രവർത്തിക്കാനാണെന്ന് കാണും. എന്നാൽ മനുഷ്യർക്കാർക്കും മനസ്സിലാകാത്ത മറുഭാഷയിൽ മനുഷ്യന്റെ ആത്മാവ് സംസാരിക്കും. അത് മനുഷ്യാത്മാവ് പരിശുദ്ധാത്മ പ്രേരണയാൽ ദൈവത്തോട് സംസാരിക്കുന്നതാണ്. റോമർക്ക് എഴുതിയ ലേഖനം 8:26 വായിക്കും. വ്യാഖ്യാനം ഇല്ലെങ്കിൽ അത് ആർക്കും മനസ്സിലാവുകയില്ല. അത് സംസാരിക്കുന്ന വ്യക്തിക്ക് ആത്മീയവർദ്ധന വരുത്തുന്നു, മറ്റാർക്കും ഒരു പ്രയോജനമൊട്ടില്ലതാനും. അതുകൊണ്ടാണ് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനവർദ്ധനായി പ്രാർത്ഥിക്കാൻ പറയുന്നത്. അന്യഭാഷയിൽ ദൈവത്തോട് ആത്മാവിന്റെ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അത് ആത്മാവിലുള്ള ആരാധനയാണെന്ന് തെറ്റായ ധാരണ പലർക്കും ഉണ്ട്. അത് ആരാധന ദൈവത്തോട് സംസാരിക്കുന്നതേ ഉള്ളൂ. പിന്നെ അങ്ങനെ അവരുടെ യുക്തം പോലെ അതിനെ വ്യാഖ്യാനിക്കട്ടെ, നമ്മളെന്ത് പറയാനാ? ഒരു തരത്തിൽ ആരാധനയുടെയും പ്രാർത്ഥനയുടെയും ഒരു ഭാഗമാണെന്ന് പറയാനൊക്കില്ല. 1 കൊരിന്ത്യർ 14:14 വെച്ച് നോക്കുമ്പോൾ വേണമെങ്കിൽ അങ്ങനെ തോന്നിക്കാം. പക്ഷെ സഭായോഗങ്ങളിൽ വ്യാഖ്യാനം ഇല്ലെങ്കിൽ പരസ്യമായ അന്യഭാഷാ സംസാരം അനുചിതവും വചനവിരുദ്ധവുമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 14 27-28 വാക്യങ്ങളോട് ചേർത്ത് വായിക്കും. അന്യഭാഷയുടെ ഗൗരവം പൗലോസ് കൃത്യമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഈ കൊരിന്ത്യർക്ക് എഴുതിയ 14 1 കൊരിന്ത്യർ 14 ഈ കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 14 പ്രവചനത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് അധികം കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണമേ, അതായത് ഈ ഭാഷ നീങ്ങിപ്പോകും, പ്രവചനം നീങ്ങിപ്പോകും എന്നൊക്കെ പറയുന്ന പഠിപ്പീരുകളൊക്കെ അർത്ഥശൂന്യമായ വാദഗതികളാണ്. അത് 13 വായിച്ചാൽ സാമാന്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പൂർണ്ണമായത് വരിക എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവാണെന്ന് വളരെ കൃത്യമാണ്. ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണുന്നു. മുഖാമുഖം കാണുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനല്ലേ ഉദ്ദേശിക്കുന്നത്. അതെന്തുമാകട്ടെ, ധാരാളം നമുക്കറിയാം ക്രമാവലങ്ങളെ പറ്റിയുള്ള പരാമർശങ്ങൾ തിരുവചനത്തിൽ ധാരാളം, പുതിയ നിയമത്തിൽ ധാരാളം ക്രമാവലങ്ങളുടെ വിവരണം ഉള്ളവരുണ്ട്. അപ്പോസ്തലന്മാരിൽ നിന്നും സഭകളിലുണ്ട്. അവർക്ക് ദൈവം അനേക വരങ്ങൾ, ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. വിവിധങ്ങളായ വരങ്ങൾ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പല നിലപാടിൽ നമുക്ക് കാണാൻ കഴിയുമല്ലോ. പരിശുദ്ധാത്മ നിറവും ശക്തിയും പ്രാപിക്കേണ്ടതിൻ്റെ എന്താ പറയുക, സ്നാനപ്പെടുമ്പോൾ തന്നെ യേശുക്രിസ്തു നൽകുന്ന ആത്മസ്നാനത്തിനും പുറമെയാണ് കേട്ടോ ആവശ്യകതയും അനുഭവങ്ങളും വെളിവാക്കുന്ന ചില തിരുവചനങ്ങൾ കൂടി നമുക്ക് ശ്രദ്ധിക്കാം. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കാറ്റായി, തീയായി, ഇടിമിന്നലായും ഒക്കെ സംഭവിക്കാം. എന്നാൽ ഇതൊന്നും പരിശുദ്ധാത്മാവല്ലേ അല്ല കേട്ടോ. താൻ അതിലുമൊക്കെ എത്രയോ വലുതാണ്. തന്നെ കാര്യസ്ഥനായി മധ്യസ്ഥനായി തിരുവചനം വെളിപ്പെടുത്തുന്നു. നമുക്ക് ആ ഭാഗങ്ങൾ അറിയാമല്ലോ ദൈവമക്കളെ. യേശുക്രിസ്തുവിനെ പരിശുദ്ധാത്മാവ് കാര്യസ്ഥൻ. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 14 വന്നാൽ നമുക്ക് ഒരു ഭാഗം കാണാം. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 14 ഒരു തിരുവചന ഭാഗം വായിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ വായിക്കാം. 14-16 വാക്യം. 16 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ടോ: എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ആ പദം ശ്രദ്ധിക്കൂ. എന്നേക്കും ഇരിക്കേണ്ടതിനും. ആരാണത്? കാര്യസ്ഥനാണ്. മറ്റൊരു കാര്യസ്ഥൻ. മറ്റൊരു കാര്യസ്ഥൻ എന്ന് പറയുമ്പോൾ യേശു തന്നെ പറ്റി പറയുന്നത് താനൊരു കാര്യസ്ഥനാണ് എന്ന് ബോധമുള്ളവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ ആ വിഷയത്തേക്ക് തൽക്കാലം കിടക്കുന്നില്ല. അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോട് ഇരിക്കേണ്ടതിന് അയക്കും. അതേ അധ്യായത്തിന്റെ 26 വാക്യം കൂടി നമുക്ക് വായിക്കാം. അതിന്റെ 26: പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും.
ഇവിടെ ഇതാ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ എന്ന് കൃത്യമായിട്ട് യേശുക്രിസ്തുവാണല്ലോ പറയുന്നത്. ഒരു സംശയമില്ലാതെ പറയുന്ന വിഷയമാണ്. യേശുക്രിസ്തുവാണ് ഈ വിഷയം പറയുന്നത്. അതുകൊണ്ട് സംശയലേശമിനെ നമുക്ക് ഉൾക്കൊള്ളാവുന്ന വിഷയമല്ലേ. ഇപ്പൊ കൃത്യമായിട്ട് ആ കാര്യം പറയുന്നേ. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട ഈ വിഷയത്തിൽ. പരിശുദ്ധാത്മാവ് ഒരു കാര്യസ്ഥനാണ്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ പരിശുദ്ധാത്മാവ് മധ്യസ്ഥനാണ്. ഈ വാക്യങ്ങളൊക്കെ കൃത്യമായിട്ട് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ അതിന്റെ 26, 27 വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അറിയില്ലെന്നും എന്നാൽ നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ പരിശുദ്ധാത്മാവ് ഞരക്കങ്ങളാൽ പക്ഷപാതം ചെയ്യുന്നു എന്നൊക്കെയുള്ള വാക്യങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും. ഞാൻ അതിലെടുത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാമല്ലോ, ഈ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 16-ാം അധ്യായത്തിലും പരിശുദ്ധാത്മാവിനെ പറ്റി പറഞ്ഞ വാക്യങ്ങൾ ശ്രദ്ധേയമാണ്. 16-ാം അധ്യായത്തിന്റെ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ, എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. നല്ല കൃത്യമായിട്ട് ആ വിഷയങ്ങൾ ഇല്ലേ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളാണ് വായിച്ചത്. അതിന്റെ 13-ാം വാക്യം കൂടി നമുക്ക് വായിക്കാം. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ കേൾക്കുന്നത് സംസാരിക്കും. വരുവാനുള്ള നിങ്ങളെ അറിയിച്ചു തരികയും ചെയ്യും. ഇവിടെയൊക്കെ പരിശുദ്ധാത്മാവ് മധ്യസ്ഥനാണ്, കാര്യസ്ഥനാണ് എന്നൊക്കെ കൃത്യമായി തെളിയിക്കുന്ന തിരുവചന ഭാഗം നമുക്ക് കാണാമല്ലോ ദൈവമക്കളെ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് കർത്താവ് കൃത്യമായിട്ട് ഈ 16-ാം അധ്യായത്തിലും താൻ പോകുന്നത് നല്ലതാണ്, പോയി കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് മറ്റൊരു കാശിനെ അയക്കുമെന്ന് പറയുന്നതിന്റെ ഗൗരവം നമുക്കറിയാം. അതാണ് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ കാണുന്നത്. ശിഷ്യന്മാർ കൂടിയിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ദൈവം തന്റെ ജനത്തിന്റെ നടുവിൽ അയച്ചു. ഇന്ന് നമ്മെ നയിക്കുന്നത്, നമുക്ക് ആ തിരുവചനം നമ്മൾ കഴിഞ്ഞ ദിവസം എവിടെ ചിന്തിച്ചതാണ്, നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. അതുകൊണ്ടാണ് വേർപാടും വിശുദ്ധിയും എത്ര ഗൗരവമായി കാണേണ്ട വിഷയമാണെന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ മന്ദിരം, നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവാണ് നമ്മെ നയിക്കേണ്ടത്. നമുക്ക് ശരിയും തെറ്റുമൊക്കെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധ നിറവിനും ശക്തിക്കും വേണ്ടിയാണ് നാം ദാഹത്തോടെ പ്രാർത്ഥിക്കേണ്ടത് ദൈവമക്കൾ. ലോകത്തിൽ മറ്റൊന്നും നേടിയില്ലെങ്കിലും ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ സാന്നിധ്യവും അഭിഷേകവും നമ്മുടെ മേൽ പകർന്നാൽ നമ്മുടെ ജീവിതം, ക്രിസ്തീയ ജീവിതം ധന്യമായി, അനുഗ്രഹമായി. അതിനുവേണ്ടി നമുക്ക് അവരോട് പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ നമ്മളിവിടെ കണ്ടല്ലോ, പരിശുദ്ധാത്മാവിനെ കാര്യസ്ഥനായി മധ്യസ്ഥനായി തിരുവചനം വെളിപ്പെടുത്തുന്നു. ദൈവകുടുംബത്തിലെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന 3 വ്യക്തികളുടെയും കൂട്ടായ്മയും പ്രവർത്തനങ്ങളും മനുഷ്യബുദ്ധിക്ക് അതീതമാണ്. പിതാവായ ദൈവം മാത്രമാണ് ഏകസത്യ ദൈവം എന്ന തിരുവചനം ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ആ ഭാഗത്തേക്ക് പിന്നീട് വരാം. യേശുക്രിസ്തുവും പരിശുദ്ധാത്മാവും ദൈവഹിതം നിവർത്തിക്കുന്ന ദൈവതുല്യരായ, എന്നാൽ പൂർണ്ണ ദൈവമല്ലതാണ്, വികാരങ്ങളുള്ള, വേറിട്ട, ഒരേ ലക്ഷ്യങ്ങളുള്ള, അനശ്വരനായ, അനന്യരായ, അതിശക്തരായ, അത്ഭുതങ്ങളും വീരപ്രവൃത്തികളും ചെയ്യുന്ന ദൈവകുടുംബത്തിലെ യഹോവയായ സൈന്യങ്ങളുടെ ദൈവത്തോട് ചേർന്നിരുന്ന് ഇരിക്കുന്ന 2 വ്യക്തികളാണ് എന്ന് തിരുവചനം. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാകാൻ കഴിഞ്ഞത്. ത്രിയേക ദൈവം എന്ന വാക്ക് തന്നെ വൈരുദ്ധ്യം നിറഞ്ഞതാണല്ലോ. അങ്ങനെയാണെങ്കിൽ തിരുവചനത്തിൽ ആവർത്തിച്ച് ദൈവമേകനെന്ന് പറയില്ലായിരുന്നു. അല്ലെങ്കിൽ ഈ ത്രിയേക ദൈവം എന്നുള്ളൊരു വാക്ക് എവിടെയെങ്കിലും ഒന്ന് ഹിന്റ് ചെയ്യേണ്ടതല്ലേ? ഏതായാലും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് 3 വ്യക്തികളെയും വ്യക്തമായി വെളിപ്പെടുത്തുന്ന തിരുവചന ഭാഗങ്ങൾ നമ്മുടെ ബൈബിളിൽ ധാരാളമുണ്ട്. അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷെ അവരുടെ ദൗത്യം എന്താണ് എന്നുള്ള വിഷയമായിട്ട് വരുന്നത്. ഈ ദിവസങ്ങളിൽ ചുരുക്കത്തിൽ നമുക്ക് പ്രാർത്ഥനയോടെ തിരുവചനം വായിച്ച് ധ്യാനിക്കുന്നു. ഏത് വിശുദ്ധനും യഹോവയായ ദൈവത്തെയും തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയും പറ്റിയുള്ള വ്യക്തമായ അവബോധം തിരുവചന വെളിച്ചത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന രൂപത്തിൽ ഗ്രഹിപ്പാൻ നമ്മേവരെയും സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ഈ ഭാഗം ഇവിടെ തൽക്കാലം കൺക്ലൂഡ് ചെയ്യുകയാണ്.
ഉപസംഹരിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വിഷയവുമായി ഇതിനോടുള്ള ബന്ധത്തിൽ തന്നെ തിരുവചന ഭാഗം തുടർന്ന് ചിന്തിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.